എന്നെ വിശ്വസിച്ച ആരെയും ഞാൻ നിരാശപ്പെടുത്തില്ല. അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. കാരണം പറയാ അത്രയും നേരം നിരീശ്വരവാദിയായിരുന്നു ഞാൻ. 2 minutes later ഇത് മറ്റു പല പ്രൊമോഷൻസിനും നമ്മൾ വെച്ച കാര്യങ്ങളാണ്. അയ്യോ എല്ലാം പോയില്ലേ, എല്ലാം എനിക്ക് കിട്ടി. സുമതി വളരെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലമാണ്. അതിൽ ഉണ്ടായിരുന്നേക്കുന്ന കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇവൻസിനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ അപ്പൊ ഉണ്ടാവാം ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും വേറെ പറയുന്നത്. ഒരു ടൈം ആയപ്പോൾ ആളുടെ ബാത്റൂമിൽ നിന്ന് ഈ വെള്ളം വീണ സൗണ്ട്, ആ സൗണ്ട് ആൾ പറയുമ്പോൾ ഞാനും നമ്മളെല്ലാം ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ ശബ്ദം കേട്ട് ആൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ആൾ ആ വെള്ളം ഓഫ് ചെയ്ത് തിരിച്ച് ബെഡിലേക്ക് കിടക്കാനായിട്ട് വരുന്ന സമയത്ത് തറയിലൊരു ലേഡി കിടക്കും. വിഷ്ണു ഒരു കോളിൽ മൂഡ് ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 10-20 സെക്കൻഡ് പറഞ്ഞിരുന്നതായിരിക്കും. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അല്ല വിഷ്ണു, അപ്പോൾ നീ അത് പറയണ്ടേ, ഞാനല്ല. വരത്തൻ പോലുള്ള പടങ്ങളും അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് മലയാള സിനിമയുടെ സംഗീതം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു 10 years, 10 അല്ല, ഓൾമോസ്റ്റ് ഒരു 2017-18 ഒരു പുതിയ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ധൈര്യപ്പെട്ടു ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ സുമതി വളവിലേക്ക് കൊണ്ടുപോയ ആളെ, ഒറിജിനൽ സുമതി വളവ് ഞങ്ങൾ ഒരുമിച്ച് രാത്രി ശരിക്കും പോയല്ലേ, രാത്രി അർജുൻ ട്രിവാൻഡ്രത്ത് വേറൊരു ഫംഗ്ഷന് പോയതാ. ആ വഴി രഞ്ജനെയും സുമതി വളവിലേക്ക് പോയിട്ട് ഭയങ്കര പേടിയാ. സിനിമ ഇറങ്ങിയിട്ട് ആ എക്സ്പീരിയൻസ് വിഷ്ണുവിന്റെ സജഷൻ ആയിരുന്നു. സജഷൻ അല്ല, അവൻ അന്ന് എന്നോട് മാളിപ്പുറം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്ത നമ്മുടെ പടത്തിൽ ഞാൻ രഞ്ജൻ രാജ് മ്യൂസിക്കിൽ ഞാൻ എവിടെയും വെക്കാറില്ല. നോർമലി എനിക്ക് കാർഡിൽ നോർമലി മ്യൂസിക് രഞ്ജൻ രാജ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇനി വെച്ചിട്ട് അതൊരു പാരയാവണ്ടെന്ന് ഞാൻ എന്നും വിചാരിക്കാറുണ്ട്. പക്ഷേ വിഷ്ണു എന്നോട് മാളിപ്പുറം കഴിഞ്ഞപ്പോഴാന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത പടത്തിൽ ഞാൻ വെക്കും എന്തായാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പടത്തിൽ ഞാൻ ഇനി വെക്കുള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ചു, കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല 4 പാട്ടുകൾ കിട്ടി. അതായത് ഒരു പാട്ട് എന്തോ എനിക്ക് ലിറിക്കൽ വൈസായിട്ട് എന്തോ രഞ്ജൻ തന്നപ്പോൾ എനിക്ക് കുറേ മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ രഞ്ജനോട് നമ്മളിപ്പം ഞാൻ പറയും, എൻ്റെ മൈൻഡിൽ, പുള്ളിയുടെ മൈൻഡിൽ ഇങ്ങനെയാണ് വന്നത്, നിൻ്റെ മൈൻഡിൽ ഇതാണോ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയക്കുന്നത്. ഞാൻ പറഞ്ഞു, രഞ്ജൻ എനിക്കിത് എൻ്റെ മൈൻഡിൽ ഇതല്ല, കുറച്ച് പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ രഞ്ജൻ അല്ല എന്നാലും നീ ഒന്ന് പറ, സ്റ്റാമ്പ് മ്യൂസിക്കൽ. പിന്നെ എന്താ പറയാ, നെക്സ്റ്റ് ഡേ എനിക്ക് അടുത്ത് റിവൈസ് ചെയ്ത് തരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൽ സ്റ്റാമ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ 2 ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും, ഞാൻ മുമ്പേ രഞ്ജന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, വിഷ്ണുവിന്റെ എല്ലാവർക്കും കിട്ടില്ല ഈ കുറേ ഭാഗങ്ങളെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യത്തെ ഒരു 3-4 സിനിമ എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 2-3 സിനിമകളെന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. നിങ്ങളെ എങ്ങനെ ആസ് എ ഡയറക്ടർ, കാണികളാണെങ്കിലും ഫീലുള്ളവരും അതിനൊന്ന് അവിടെയാണ് വിഷ്ണുവിൽ വന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, ലക്കായിരിക്കാം, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഒത്തു വന്നുള്ളത്. അതിപ്പം മാളികപ്പുറത്തിലാണെങ്കിലും ശരി, സുമതി വളവിലാണെങ്കിലും ശരി, കുറെ ഈ പറഞ്ഞ ഡ്രീം ലൈക്ക് ഫിഗേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ അത് ശരിക്കും അവിടെ നടത്തുന്ന ഒരു ഹോംവർക്ക് വേണം ആസ് എ ഡയറക്ടർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അതൊരു മാളികപ്പുറം ആദ്യത്തെ സിനിമ അതിങ്ങനെയൊക്കെ പോയി. അപ്പം നമുക്ക് അടുത്ത സിനിമയിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ആസ് എ ഡയറക്ടർ പെർസ്പെക്റ്റീവ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ കാസ്റ്റിംഗ് മുതൽ ക്രൂ അതിൻ്റെ റൈറ്റിംഗ്, കുറേ ഏരിയകൾ, പാച്ച് വർക്കും എന്തോ ആട്ടെ. അതിൽ ശരിക്കും ആസ് എ ഡയറക്ടർ നടത്തിയൊരു ഹോംവർക്ക്, ഒരു ചെറിയ വർക്കുകൾ ഇൻഡിവിജ്വലി നടത്തി പെർഫെക്ഷനിസ്റ്റ് അങ്ങനത്തെ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റും വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ബൈ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ പടം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആസ് ഐ സെഡ് ബിഫോർ, എന്നെ ഞാൻ ചെയ്തു വെച്ചിട്ട് കാണുമ്പോൾ ഇത് ത്രസിപ്പിക്കുന്നുണ്ടോ, കേൾക്കുമ്പോൾ കിട്ടിയ അതേ ഇത് കാണുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത്
ആ ഒരു homework ആ ഒരു ഹോംവർക്കാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ താങ്ക്ഫുള്ളി നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഫിലിം മേക്കേഴ്സിന് വി ഗോട്ട് എ സ്പോട്ട് എഡിറ്റ്. സോ എടുക്കുന്ന കാര്യം അന്നത്തെ ദിവസം തന്നെ നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്. എവിടെയെങ്കിലും നമുക്കത് വൺ മോർ അവരെ കൊണ്ട് അഭിനയിപ്പിക്കേണ്ടത്, ഇതിൽ തന്നെ നോക്കിയിട്ട് അതിലെന്താണ് ചേഞ്ച് വേണ്ടതെന്നുള്ളത് മോണിറ്റർ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനും. സോ ഇന്നത്തെ ടെക്നോളജീസ് മാക്സിമം യൂസ് ചെയ്യുന്നൊരു ഫിലിം മേക്കറാണ് ഞാൻ. അതായത് കാരണം അന്നത്തെ കാലത്തുള്ളവർ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഹൗ ഡിഡ് ദേ ഡു ദാറ്റ്. ഇന്ന് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്നാലും നമ്മളത് അവരോട് ചെയ്യുന്ന തെറ്റുമായിട്ടും എനിക്ക് തോന്നാറുണ്ട്. ഇത്രയും നിനക്ക് കിട്ടിയിട്ടും നിനക്കത് ചെയ്യാൻ പറ്റിയില്ലേ, അത് ചോദ്യം ഒരു വരില്ലേ. അപ്പോൾ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ അല്ല ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രിപ്പറേഷൻ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രിപ്പറേഷനും വേറെയാണ്. എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആദ്യം വായിച്ച കഥ, അതിൽ എനിക്ക് കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുന്നുണ്ടോ, ലൈക്ക് ഒരു 80% കിട്ടുന്നുണ്ടോ, ദാറ്റ്സ് വാട്ട് മാറ്റർ. അവിടെ അത് മാത്രമാണ് റിലീജിയസ്ലി ഫോളോ ചെയ്യുന്നത്. എക്സാക്ട്ലി. ഞാൻ വേറെ ഐ ഡോണ്ട് ഹാവ് എനി അതർ പ്ലാൻസ്. കാരണം ഡ്രാസ്റ്റിക് ആയിട്ട് സ്ക്രീൻ പ്ലേ ഇപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട്, സ്ക്രീൻ പ്ലേ ടോട്ടലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈ? കാരണം നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് വരാനുള്ള മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ വായിച്ച് കിട്ടിയ ഒരു കിക്കാണ്. അത് പിന്നീട് ഈ പ്രൊഡക്ഷൻ ടൈമിൽ വന്നിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഈ ചില എന്തെങ്കിലും പ്രൊഡക്ഷൻ വൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതാണ് ഞാൻ പറയണേ, ഒരു മഴ വന്നാൽ പോലും നമ്മുടെ പ്ലാനിനെ മൊത്തം ബാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ഇമ്പാക്റ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും മോണിറ്റർ ചെയ്യണം. സത്യമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പം നമുക്ക് ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് റാപ്പിഡ് ഫയർ ഇതിലോട്ട് പോകാം. അതൊരു സുമതി വളവ് എക്സ്ക്ലൂസീവ് ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. ശരി, നമ്മൾ സുമതി വളവിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലേ? കുറച്ച് സംസാരിച്ചു, പക്ഷേ നിങ്ങൾ കൂടുതലും വേറെ കുറെ കാര്യങ്ങൾ പറയാനൊക്കെ അതിലോട്ടൊക്കെ ആയിപ്പോയി. നമ്മുടെ ഉറപ്പാണ് രഞ്ജൻ. റെസ്പെക്ട് ഉണ്ടല്ലോ, റെസ്പെക്ട് ആണല്ലോ. പക്ഷേ ജോസബാൻ, വിഷ്ണു ആദ്യത്തെ സിനിമ ഒരു ഇമോഷണൽ ജേർണിൽ നിന്ന് സുമതി വളവിലോട്ട് വരുമ്പോൾ ഒരു ക്രിയേറ്റീവ് സ്പേസ് കംപ്ലീറ്റ്ലി മാറി നിന്നിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ പറയുന്ന ഒരു ഓഡിയൻസിനെയും ഇൻക്ലൂഡിങ് വർക്കേഴ്സിനെയും കോ വർക്കേഴ്സിനും ഒക്കെ ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഇപ്പോൾ സുമതി വളവ് ഡയറക്റ്റഡ് ബൈ വിഷ്ണു ശശിശങ്കർ എന്നുള്ള ആ പോസ്റ്റ് കാണുമ്പോൾ ദർ ഇസ് സംതിങ് ഫ്രം ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ദാറ്റ് അവർ ബിലീവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം. ബിയോണ്ട് ഒരു വേണമെങ്കിൽ അവർക്ക് വിചാരിക്കാം ഇനി ഇതും എങ്ങാനും ഒരു മുമ്പേ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ജേർണി തരാനാണോ, അല്ലെങ്കിൽ ഒരു കിക്ക് അങ്ങനത്തെ ഒരു സാധനം തരാനാണോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ അടുത്ത പോസ്റ്റേഴ്സും കാര്യങ്ങളും റീലുകളും ഒക്കെ ഇറക്കുന്നു, ഇതൊന്നും റിലേറ്റഡ് അല്ലാത്ത വേറെ തന്നെ ഒരു സാധനം. അപ്പം ദർ ഇസ് സം പ്രോമിസിങ് ഫാക്ടർ ദാറ്റ് യു ഗിവ് ടു യുവർ ഓഡിയൻസ്. അതുപോലെ തന്നെ അതേ പ്രോമിസ് ഫ്രം ഓഡിയൻസ് പെർസ്പെക്റ്റീവും ടു വിഷ്ണു ആസ് എ ഡയറക്ടർ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ സിനിമ ഇറങ്ങാറായി നിൽക്കുമ്പോൾ ഒരു ഡയറക്ടർ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അവരെങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ഒരു സിനിമയാണ് ഇപ്രാവശ്യം കൊടുക്കാൻ പോകുന്നത്. ഞാൻ മര്യാദയ്ക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ നോക്കുന്ന ആളാണ്, എന്നെ വിളിച്ച് ടെൻഷനാക്കല്ലേ. അല്ല, ടെൻഷൻ തരാൻ വേണ്ടി അല്ല, ആക്ച്വലി ഞാനത് ഒരുപാട് ചിന്തിക്കാറുണ്ട്. എനിക്ക് ഒരു സോളിഡായിട്ടൊരു കാര്യം എന്തായാലും അറിയാം, ആരും മോശം പറയില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. അത് കാരണം പക്ഷേ ആൾക്കാർക്ക് മുമ്പേ ഉള്ള കുറേ കാഴ്ചപ്പാടുകളും സുമതി വളവ് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് കണ്ടുവരുന്ന ആൾക്കാർക്കും ഇതൊരു എന്താ പറയുക ആയിരിക്കില്ല ആ ഒരു സാരം. അത് കാരണം ചില സസ്പെൻസ് ഒക്കെ ഇരിക്കട്ടെ. ആക്ച്വലി എന്നെ വിശ്വസിച്ച ആരെയും ഞാൻ നിരാശപ്പെടുത്തില്ല, അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. കാരണം പറയാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആറാറിന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസം മുന്നെയാണ് ഫയൽസ് വന്നത്. കാരണം കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ജോലികൾ ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ പടങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ഹാഫ് കാണും, നെക്സ്റ്റ് ഡേ അടുത്തത് കാണാം എന്ന് വിചാരിക്കും. സുമതി വളവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നോട് കഥ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് പാട്ടുകളുടെ സിറ്റുവേഷൻസും ഓവറോൾ ഒരു നരേഷൻ തന്നൊന്നുമല്ലാതെ
സാധാരണ ഞങ്ങളുടെ പടങ്ങളിൽ ഇരിക്കുന്ന പോലെ ഇൻ ഡീറ്റെയിൽ ഞങ്ങൾ ഇരുന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്ത് വന്നിട്ടാണ് ശരിക്കും പറഞ്ഞ പ്രോപ്പറായിട്ട് അതിൻ്റെ എല്ലാ ഏരിയയും കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഓടിക്കാനോ ഒന്ന് പോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേക്ക് ബാക്കി വെക്കാനോ തോന്നിയില്ല എന്നുള്ളതാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കണ്ടിട്ട് ഞാൻ അപ്പോൾ തന്നെ അഭിലാഷിനെ കൃഷ്ണനെ വിളിച്ചു. അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് എനിക്കും വന്നു ആ സിനിമയിൽ. കാരണം ഒരു റീൽ 20-21 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് പോകുന്നത് അറിയുന്നില്ല, ഈവൻ വിതൗട്ട് മ്യൂസിക്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആ മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് സമയം പോകുന്നത് അറിയുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എന്തൊക്കെയോ നമ്മൾ മിസ് ചെയ്ത പല എലമെൻറ്റ്സും, അതിൽ മിസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന പല എലമെൻറ്റ്സും അറിഞ്ഞോ അറിയാതെയോ ആ സിനിമയിൽ കയറി വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ 90s സിനിമകളില്ലേ, നമ്മളത് ഒരുപാട് പഠിച്ച് ഇതിൽ ഇംപ്ലാന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന സിനിമകൾ, ഐ മീൻ ആ സമയത്തുണ്ടായിരുന്ന ഒരു സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ളതും ഇപ്പോൾ ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് സത്യനന്ദിക്കാട് ഫിലിംസ് ഒക്കെ ഉണ്ടാവില്ലേ, സത്യനന്ദിക്കാട് സിനിമകളിലെ കോമഡീസ് ഒക്കെ, പൊന്മുട്ടയിടുന്ന താറാവ്, ഇങ്ങനത്തെയൊക്കെയുള്ള സിനിമകൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡില്ലേ, അത് ഞാൻ കുറെയൊക്കെ ഈ സുമതി വളവിൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ കഥ പറയുന്നത് 90s-ലാണ്. അതുകൊണ്ട് തന്നെ ഈ 90s കാലഘട്ടത്തിനോടൊപ്പം തന്നെ ആ സമയത്തുള്ള സിനിമകളുടെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ഈ റിതമായിട്ട് അതെ ഞാൻ ഇതിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഓട്ടോമാറ്റിക്കലി കാണുന്നവർക്ക് കിട്ടും, അതിനുള്ള അപ്പോൾ അതിന് വേണ്ടി ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കടന്നു വരുന്നുണ്ട്. പക്ഷെ അത് എൻ്റെ മൈൻഡിൽ ഞാനത് ഹോംവർക്കിൽ ഉണ്ടായിരുന്നു ആ സാധനം. കാരണം ഞാൻ ഇന്ന സീക്വൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന അതെ ഞാൻ കൂടുതൽ ഇനിയിപ്പോൾ ബട്ടർ ചെയ്തിട്ട് അല്ല, പക്ഷെ ജെന്യൂൻ ആയിട്ടാണ്, വളരെ ജെന്യൂൻ ആയിട്ടാണ് അത് വിഷ്വലിൽ വന്നിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊന്ന് ഇനി നമുക്ക് വളരെ സുമതി വളവ് എക്സ്ക്ലൂസീവ് ഇതിലൂടെ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാം കേട്ടോ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പറയില്ലേ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളത്തരം പറയാൻ പാടില്ല, പക്ഷെ ഇന്നത് പ്രേക്ഷകരോടും കൂടെ കള്ളത്തരം പറയാൻ പാടില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പറയണം, ഇല്ലെങ്കിൽ അവർ താഴെ വന്ന് ചോദിക്കും. രഞ്ജിൻ രാജിന്റെ നമ്പർ നേരത്തെ കൊടുത്തില്ലേ, ചെക്കിന്റെ നമ്പർ അറിയണമല്ലോ. ഓക്കെ, എനിവേ സുമതി വളവ് ഇസ് ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി, യെസ് ഓർ നോ? ഇൻസ്പയർഡ്? നോ. ഇൻസ്പയർഡേ ഉള്ളൂ. അപ്പം അല്ലേ ഇതൊരു പ്രേതപടം അല്ലേ? അതെ ആണോ? അതെ. റാപ്പിഡ് ക്വസ്റ്റ്യനിൽ ഞാൻ യെസ് ഓർ നോ പറഞ്ഞു. ഇൻസ്പയർഡ് ആണ്. ഇത് മറ്റേ സുമതി വളവ് പേര് വന്നത് എന്തുകൊണ്ട്, അത് ആ കാര്യമല്ലേ പറയുന്നത്? അതെ, അത്ര പറഞ്ഞാൽ മതി. വിച്ച് മീൻസ് ഇതൊരു പ്രേതപടവും കൂടെ ആണ്. ഓക്കെ, പക്ഷെ ചിരിക്കാനുള്ളത് ഉണ്ട്. മാത്രം മതി. മലയാളികളല്ലേ കാണുന്നത്. വിഷ്ണുവിനോ അല്ലെങ്കിൽ രഞ്ജനോ സുമതി വളവ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത് എന്താണ്? അതൊരു മൂവി, പറഞ്ഞില്ലേ റിലീസ് ചെയ്ത ശേഷം കാണിച്ചു തരാം. എനിക്കതാണ് എന്തോ ഒരു വിഷ്വലോ എന്തോ ആണ്, എനിക്കറിയില്ല. എനിക്ക് ഫാന്റസി, എനിക്ക് അതാണ് എന്റെ മനസ്സിൽ അതാണ്. അന്ന് നമ്മൾ പോയതാണ് സുമതി. അതെന്തോ ഇപ്പൊ ഒരു വലിയൊരു ഇതാ. ഓട്ടെ, വേണ്ട ഇദ്ദേഹത്തിന് വേണ്ട, നമുക്ക് ഡയറക്ടർ സാറിനോട് ചോദിക്കാം. വെറുതെ അവസാനം തല്ലിട്ടാ രഞ്ജിനെ ഇറക്കി കഴിയുമ്പോ. അല്ല, ഞാനും ഉണ്ടായിരുന്ന യാത്രയല്ലേ, അല്ല ഇവിടെ നിന്ന് പറയുന്നതേ കുഴപ്പമില്ല, അത് സിനിമയായിട്ട് കണക്റ്റഡ് അല്ലല്ലോ. ഇത് മറ്റു പല പ്രൊമോഷൻസിനും നമ്മൾ വെച്ച കാര്യങ്ങളാണ്. അയ്യോ, എല്ലാം പോയില്ലേ, എല്ലാം എനിക്ക് കിട്ടി. ഫോൺ നമ്പർ തിരുത്തിക്കളാം, അത് വേണ്ടെന്നൊക്കെ, ഇത് മതി. ഇനി അല്ല, ഇതിനകത്ത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. ഹരിചരൺ, ദ ഗ്രേറ്റ് ലെജൻഡറി സിംഗർ, അത് അദ്ദേഹമായിട്ട് എങ്ങനെയാണ് വന്നത്? അത് ആർക്ക് വേണമെങ്കിലും പറയാം. ആ ഒരു കൊളാബറേഷൻ വർക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ് അത് കേൾക്കാൻ. എനിക്ക് പറയാൻ പറ്റുമല്ലോ, അപ്പൊ നീ പറയുന്നത്. അല്ല, ആ കഥ പറയണോ? ഹരിചരൺ സാറിന്റെ ആക്ച്വലി ഹരിചരൺ സാറ് ഒരു സോങ് നിന്നോട് പറയുവാന്ന് പറഞ്ഞു ഇത്രേ ചെയ്തുള്ളൂ. രഞ്ജൻ എന്തോ ഒരു മെസ്സേജ് അയച്ചു, ആൻഡ് ഹി സർപ്രൈസിംഗ്ലി രഞ്ജന്റെ വർക്ക്സ് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ ആണ് ഹരിചരൺ. ഓൾറെഡി പാടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട്, അപ്പം ഞാൻ
ഹരി കൃഷ്ണൻ എന്നല്ലോ ആയിരിക്കും ഹരികൃഷ്ണനോടാ അല്ല, ഹരിചരൺ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. പൂന്തെന്നലിൽ എന്ന് പറഞ്ഞ സോങ് ഓർമ്മയിലൊരു ശിശിരത്തില്, പിന്നെ അതുകൂടാതെ ഏലമലക്കാടിനുള്ളിൽ 10ാം വളവിലെ സൂപ്പർ ഹിറ്റായ സോങ് ആണ്. അപ്പോൾ ഹരിചരൺ ഞാൻ ഈ പാട്ട് പാടാൻ എൻ്റെ മനസ്സിൽ 2 സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് പ്രദീപ് കുമാർ അല്ലെങ്കിൽ ഹരിചരൺ. അപ്പോൾ പ്രദീപിന് ഞാൻ ആദ്യം മെസ്സേജ് ചെയ്തു. അപ്പോൾ പ്രദീപ് പറഞ്ഞു ഐ എം ഓൾവേസ് റെഡി ടു സിംഗ് ഫോർ യു മാൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്, എപ്പോൾ വേണമെങ്കിലും, പാട്ട് പോലും ചോദിച്ചില്ല, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് നെക്സ്റ്റ് ഡേ പുള്ളി ഹിമാലയത്തേക്ക് എന്തോ പോയി. പ്രദീപിൻ്റെ ഒരു പ്രശ്നമല്ല, പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നുന്ന പോലെ പുള്ളി ട്രാവലും കാര്യങ്ങളും എല്ലാം മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവലാണ്. ചിലപ്പോൾ സിംഫണി അറേഞ്ച് ചെയ്യാൻ നമ്മൾ US പോകും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക്. എന്താണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയായിരിക്കും. അത് അപ്പോൾ പ്രദീപ് അത്രയും ഒരു ലെജൻഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള സിംഗേഴ്സിൽ ഒരാളാണ് പ്രദീപ് കുമാർ. അപ്പോൾ പ്രദീപിനെ പാടിപ്പിക്കാൻ ആദ്യം നോക്കി. പിന്നെ ഈ ഒരു തിരക്കേണ്ടപ്പോൾ ഞാൻ പുള്ളിയെ ശല്യം ചെയ്തില്ല, സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ച് ശല്യം ചെയ്തില്ല. പകരം പിന്നെ എൻ്റെ മനസ്സിൽ അടുത്ത ഓപ്ഷൻ ഹരിചരണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹരിക്കൊരു മെസ്സേജ് ഇട്ടപ്പോൾ പുള്ളി ഹാപ്പിയാണ്. ഞാൻ ജസ്റ്റ് പാട്ട് അയച്ചു കൊടുത്തപ്പോൾ പിന്നെ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. അവിടെയാണ് എനിക്ക് പാട്ടിൽ എനിക്കൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. കാരണം അത് ആദ്യമായിട്ടാണ് ഒരു സിംഗർ, അതായത് നമ്മുടെ സിനിമയുടെ റിലേറ്റഡ് അല്ലാത്ത ഒരാളിലേക്ക് ആ പാട്ട് എത്തുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് തുരുതുര അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി തമ്പൂരൊക്കെ വെച്ച് ആ പാട്ട് കർണാടക സംഗീതം പാടുന്ന പോലെ പാടിയുടെ കാഴ്ചയായിരുന്നു. അതെ, എന്നിട്ട് അതായത് ഞാൻ പാടുന്ന ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പൊ മനസ്സിലായി പാട്ട് അത്രയും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും ഇതായി. ഞാൻ ആ ഡെഡിക്കേഷൻ കാണുമ്പോൾ തന്നെ ഒരു 5 മണിക്കൂറോളം ഹരി ആക്ച്വലി ഒരു 5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട്. മറ്റേ രഞ്ജൻ നമ്മൾ വിചാരിച്ച ആളല്ല സാർ. ചെറിയ ചെറിയ ഡൈനാമിക്സിന് വേണ്ടി കൂടി ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താൽ പാടുന്നത്. അപ്പോൾ ആ പാട്ട് പാടിപ്പിക്കുന്ന സമയത്ത് വിഷ്ണു അങ്ങോട്ട് വന്നു. അതിൻ്റെ അടുത്ത ഒരു ഫേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത് ഒരു പ്രേത പടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ആണ്, അതിന്റെ കണ്ടന്റ് ഒക്കെ പറഞ്ഞു. ഹരിചേട്ടനോട് പറഞ്ഞു ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഹരിചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇത് അതെ ഈ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ സുമതി വളവ് ഇത് ഒരു പ്രേത ഇതല്ലേ, ട്രിവാൻഡ്രത്തുള്ള ഒരു വളവല്ലേ. ഞാൻ പറഞ്ഞു സുമതി വളവ് ട്രിവാൻഡ്രത്തുള്ള സ്ഥലമാണ്. അതിൽ ഉണ്ടായിരുന്നേക്കുന്ന കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇവൻസിനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ അപ്പൊ ഉണ്ടാവാം ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും പറയുന്നത്. അപ്പോൾ ആളപ്പോൾ പറഞ്ഞു ആൾക്ക് ട്രിവാൻഡ്രത്ത് ഇത് ഹോട്ടൽ ഞാൻ പറയുന്നില്ല, ട്രിവാൻഡ്രം അല്ലേ അത് ഉള്ളൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രഞ്ജൻ അപ്പം തന്നെ പറയുന്നുണ്ട്, സാർ ട്രൂ സാർ, ഞാനാണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളൊരു ഹോട്ടൽ ഹരിചരൺ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ, ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായിട്ട് പോയി. ഒരു ഇതിനായിട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ആൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ആൾക്ക് ഈ തണുപ്പും ചൂടും മാറി വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടൈം ആയപ്പോൾ ആളുടെ ബാത്റൂമിൽ നിന്ന് ഈ വെള്ളം വീണ സൗണ്ട്, ആ സൗണ്ട് ആൾ പറയുമ്പോൾ ഞാനും നമ്മളെല്ലാം ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ ശബ്ദം കേട്ട് ആൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ആൾ ആ വെള്ളം ഓഫ് ചെയ്ത് തിരിച്ച് ബെഡിലേക്ക് കിടക്കാനായിട്ട് വരുന്ന സമയത്ത് തറയിലൊരു ലേഡി കിടക്കുന്നു. ഈ ലേഡി ഇയാള് ഇനിയിപ്പോ എന്തെങ്കിലും തുണി ബെഡ്ഷീറ്റ് എന്തെങ്കിലും കിടക്കുന്നതാണെന്ന് അറിയാണ്ട് പുള്ളി ഒന്ന് എന്നാ അപ്പടിയെ പാക്കുമ്പോൾ ഒരു മൂഞ്ചി അപ്പടിയെ വന്ന് തന്നെ ഒരു തല വന്ന് അയാളെ നോക്കി. ഒരു ഓൾഡ് ലേഡിയാന്ന് മനസ്സിലായി. ഇയാൾ നിലവിളിച്ച് ഇറങ്ങി ഓടി റിസപ്ഷനിൽ പോയി. റിസപ്ഷനിൽ എത്തിയിട്ട് ഇയാൾ ബഹളം ഉണ്ടാക്കി പറഞ്ഞു, സാറേ എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എത്രയും പെട്ടെന്ന്. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫിലുള്ള ഒരാളെ അതും ഒരു ലേഡിയായിരുന്നു. ആ ലേഡീനെ വിളിച്ചിട്ട് എൻ്റെ ബാഗേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും പറഞ്ഞു അല്ല വേണ്ട ഇതുള്ള സാറേ കാര്യമാക്കണ്ടെന്ന്. അതായത് ആ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് അറിയാം അവിടെ എന്തോ ഒരു പ്രശ്നമുള്ളത്. ആൻഡ് പുള്ളി നേരം വെളുക്കുന്നവരെ റിസപ്ഷനിൽ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് നെക്സ്റ്റ് ഏർലി മോർണിംഗ് സ്റ്റാഫുകളെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ആളുടെ ലഗേജ് പാക്ക് ചെയ്ത ആൾ. ആൻഡ് ഹി ഹാഡ് എ ട്രോമ ഫോർ ലൈക്ക് 3 months എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി കുറേ എന്താ പറയുക കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ്
മൈൻഡ് റെഡി ആയ. ഇത് സത്യമായിട്ട് എന്നിട്ട് വിജയ് യേശുദാസിനോട് ചോദിച്ചപ്പോൾ വിജയേട്ടനും പറഞ്ഞു പുള്ളിക്കും അതുപോലത്തെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. സോ എല്ലാവരുടെയും ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോഴും പറയണു, ശരിക്കും പറയാം ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ചില തോന്നലുകളാണ്. അതിന് ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവാം. ഐ സ്റ്റിൽ ഡോണ്ട് ബിലീവ് ഒരു പാരനോർമൽ. പക്ഷെ എന്നെ കൊണ്ട് ഇതുപോലെ അവിടെ വേറെയും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേടിക്കില്ല. ഞാനോ ഈ കഥ കേട്ടിട്ട് ലൈറ്റ് കിടന്നു പോകണത്. പക്ഷെ ഇത് വല്ല ട്രിവാൻഡ്രംകാരും പക്ഷെ ഹരി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് കൊച്ചിയിലും ഐ മീൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നിങ്ങൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലല്ലായിരുന്നു, MCCയിലും ഉണ്ടല്ലോ ഈ കഥ. ഒരു ഹോസ്റ്റലിലെ കഥകൾ ഇഷ്ടം പോലെയുണ്ട്. ഹോളാണ് മദ്രാസ് താമ്പരത്തിലുള്ളതല്ലേ? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഹോസ്റ്റലുകൾക്ക് ഹോസ്റ്റൽ നല്ല പറയാം, ഹോൾ എന്നാണ് പറയുന്നത്. ഹോൾ. ഓക്കെ. MCC ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കും. അതുപോലെ പക്ഷെ ശരിയാണ്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും ട്രിവാൻഡ്രംകാരെ ഉദ്ദേശിച്ച് നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞല്ലാട്ടോ. അവർക്ക് നമുക്ക് കിട്ടിയ ഒരു നമുക്ക് പേഴ്സണലി അവർക്ക് ഫീൽ ചെയ്ത കഥ പറഞ്ഞു മാത്രമല്ല അവസാനം അല്ല എനിക്ക് ഉണ്ടായ അനുഭവം ട്രിവാൻഡ്രത്തല്ല, കൊച്ചിയില അങ്കമാലിയിൽ. അങ്കമാലി പിന്നെ എറണാകുളം. എറണാകുളമാണോ? അതെ, എറണാകുളമാണ്. അതാ പറയാം, ട്രിവാൻഡ്രത്തിനെ മാത്രം പറഞ്ഞല്ലോ. എനിക്ക് ഹരിചരൺ പറഞ്ഞ ട്രിവാൻഡ്രത്താണോ? അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ആസ് എ ഡയറക്ടർ ഞാൻ പിന്നെ ഡയറക്ടർ ആവട്ടെ എന്നൊക്കെ ഇത്ര നേരം പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ, ഇങ്ങനെ കാറ്റടിച്ചാൽ പേടിക്കും എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു എന്നൊക്കെ. ഹൗ ഈസിലി വാസ് ദ ഹോൾ ഷൂട്ടിംഗ് പ്രോസസ്? ബിക്കോസ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കട്ടായിരുന്നോ ആക്ഷൻ എന്നുള്ള വാക്കായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം ത്രില്ലിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഞാൻ 2 സിനിമയും പറയേണ്ടി വരും. മാളികപ്പുറത്തിൽ എനിക്ക് ടോട്ടൽ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു 75 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വെൻ ഇറ്റ് കം ടു സുമതി ഐ ഹാഡ് എ ടീം ഓഫ് കാസ്റ്റ് ആൻഡ് ക്രൂ ഉൾപ്പെടെ ഒരു 145, ചില സമയങ്ങളിൽ 200ഓളം ഇൻക്ലൂഡിങ് ജൂനിയേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും 200+ വരാറുണ്ടായിരുന്നു. സോ അതിൻ്റേതായിട്ടുള്ള ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി സുമതി വളവ് വാസ് മച്ച് ഈസിയർ ഫോർ മീ. കാരണം ഏറ്റവും നമ്പർ ഓഫ് ഡേയ്സും കൂടുതലായിരുന്നു സുമതി വളവിന്. ആദ്യത്തെ ഒരു 3 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാരെ, അതായത് ഈ പറഞ്ഞ 200 ആൾക്കാരുടെ 140 ആൾക്കാരുടെ പേരുൾപ്പെടെ എനിക്ക് മാളികപ്പുറത്തിൽ ഇപ്പോഴും എന്താ പറയുക, കാരണം അതൊരു മലയും കാടും കുന്നും ഇതൊക്കെ കുറച്ചുകൂടി പ്രഷേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് ഡെഡ് ലൈൻസ് കുറച്ചുകൂടിയും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എന്താണോ ചാർട്ട് ചെയ്ത ഡേയ്സ്, ആ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് പടം തീർക്കാൻ പറ്റി. ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് വളരെ കംഫർട്ടായിരുന്നു, ടോട്ടലി കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. അതായത് പ്രഷർ, അത് എനിക്ക് തോന്നുന്നു ഈ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡും കുറച്ചുകൂടിയും ഒന്ന് സെറ്റിൽ ആയിട്ട്. ദിവസം കുറയുന്നതോറും ടെൻഷൻ കൂടാണ്. ഇത് എനിക്കിപ്പോൾ ഈ അടുത്ത് ചോദിക്കാൻ പോകുന്നതിന് ഒരു ഉത്തരം തരാറായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും 4 പാട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ 5 പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട് ഇപ്പോൾ. അത് നമുക്കിനി ഒരു സോങ് കൂടെ പ്രൊമോഷൻ ഇരിക്കണം എന്നൊക്കെ റിലീസാണ്, RR തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സോങ് ദാറ്റ് യു ആർ റിയലി പ്രൗഡ് ഓഫ്, രഞ്ജിൻ്റെ വർക്ക് കേട്ട് അതിൽ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തതിൽ സുമതി വളവിൽ. ഇനി സുമതി വളവിൽ പറയാൻ പറ്റില്ലെങ്കിൽ വിട്, സാരില്ല, നമുക്കത് മാളികപ്പുറത്തിലോട്ടാക്കാം. അല്ല പറയാം, എനിക്ക് ശോകം വേണ്ട. ഒരു സോങ് ഉണ്ട് അതിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതിലൊരു പ്രണയമുണ്ട്, അതിൽ പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ ഈ ഒരു സാധനം കിട്ടുന്ന സാധനം. ഐ മീൻ എവറി സോങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഇതിനേക്കാളും വൈറലാവുന്ന സോങ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ പടങ്ങളിലുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കം ടു മൈ പേഴ്സണൽ ചോയ്സ് എനിക്ക് അതിനേക്കാളും ഒരു ലൈക്ക് വെരി ചെറിയൊരു മാർജിനിൽ ഈ ഒരു സോങ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം വളരെ വർക്ക് പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പാട്ട് ഇട്ടിട്ടാണ് എൻ്റെ മൈൻഡ് ഒന്ന് ഐ മീൻ ഐ ഈവൻ യൂസ് ദിസ് സോങ് ടു പ്ലേ വെൻ ഐ എം ഷവറിങ്. അതായത് 2 സ്റ്റെപ്പ് അല്ല അതുകൊണ്ട് അത് തീർച്ചയായും
എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് ഞങ്ങൾ മാളികപ്പുറത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു വൈബുള്ള പാട്ട്. ഈ ഒരു വൈബിൾ, അതെ. അപ്പോൾ അതിൽ വിഷ്ണു കൺസീവ് ചെയ്തത്, അന്ന് ആദ്യം കൺസീവ് ചെയ്തത് ഒരു ബസ് പമ്പ എന്നുള്ളൊരു ട്രാവൽ പമ്പയിലേക്കുള്ള ഒരു ട്രാവൽ സോങ് ആണ്. അപ്പോൾ ആ ട്രാവലിൽ വരുന്ന ക്യൂട്ട്നെസ് എല്ലാം അതിലുണ്ട്. ആ ബസ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ക്യൂട്ട്നെസ്, അവിടെ ഒരു ഗഞ്ചില വായിക്കുന്ന 2 പേരുണ്ടാവാം, 2 പിള്ളേർ പാടുന്നുണ്ടാവും കോറസ്, അങ്ങനെയുള്ളൊരു ക്യൂട്ട്നെസ് ആ പാട്ടിലുണ്ടായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ഒരു ക്യാൻവാസ് വലുതായിട്ട് ആ എരുമേലി സോങ് ആയിട്ട് അത് മാറിയത്, വലിയൊരു പേട്ടതുള്ളൽ സോങ് പോലെ ആയി മാറി. അപ്പോൾ അതിന് കുറച്ച് ടെംപ്ലേറ്റ്സും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ആ പാട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇത് ടെംപ്ലേറ്റിൽ പെടുന്ന ഒരു കൈൻഡ് അല്ല ഈ സോങ് എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ പറ്റാത്തതിൻ്റെ ഒരു തീർത്ഥാണ് ഈ പാട്ടിലൂടെ. ഇവിടെ ഇത് ഭയങ്കര ആപ്റ്റാണ്, ഈ സിറ്റുവേഷൻസിനും ഈ ഡൈനാമിക്സിനും ഭയങ്കര ആപ്റ്റാണ് ഈ ഒരു പരിപാടി. മറ്റേ മാളികപ്പുറത്തുള്ള ഡാൻസ് മാസ്റ്റർ തന്നെ, ഷെരീഫ് മാസ്റ്റർ തന്നെയാണ് അതിലും നമുക്ക് ഡാൻസ് കൊറിയോ ചെയ്തത്. അർജുനും ഇത്രയും ഗംഭീര ഡാൻസേഴ്സ് ആണ് തെളിയിച്ച ഒരു പാട്ടാണ് ആ പാട്ട്. അതും പൊളിച്ചടിക്കുന്നുണ്ട് അവരുടെ സ്റ്റെപ്സ്. ഞാനതാ പറഞ്ഞേ, സോങ്ങും ഉണ്ട്, അതിൻ്റെ കൊറിയോഗ്രാഫി ആണെങ്കിലും. കാരണം എനിക്ക് ഉറപ്പാണ് കലോത്സവങ്ങളിൽ ഇത് തിളങ്ങാൻ പോകുന്നത്. കലോത്സവമല്ല, മറ്റെന്താ പറയുക, ആനിവേഴ്സറീസ് അല്ലേ, ആ പരിപാടികൾക്കൊക്കെ ഈ സോങ് എന്തായാലും പിള്ളേരെ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടെങ്കിൽ പരിപാടി അതാണ് മെയിൻ സംഭവം. ഉറപ്പായിട്ട് കോളേജ് ഇതിലും ഒരു നല്ലൊരു ക്യാമ്പസ് ഇതിനകത്തൊക്കെ അത്യാവശ്യം നമുക്ക് മറ്റേ ദീപക് ദേവ് സാറിന് മറ്റേ തട്ടും മുട്ടും ആ ലെവലിലേക്ക് അതിലും പുഷ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഒരു ഗ്രൂവ് ഉണ്ട്. അതെ അതെ, ടച്ച് കൂടാവട്ടെ കേട്ടോ. എന്നാലും ഇനി സുമതിയുള്ള ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ എങ്ങനെ അതിനെ ടേം ചെയ്യും? ജസ്റ്റ് വൺ വേർഡ്. എന്റർടൈൻമെന്റ്. സെയിം എന്റർടൈൻമെന്റ് ആണ്. ഡെഫിനറ്റ്ലി. ഗുഡ്. ഇനി നമുക്ക് റാപ്പ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എനിക്ക് തോന്നുന്നു രഞ്ജൻ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും പാട്ടുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പാടിക്കാതെ വിടുന്നതിൽ എനിക്ക് ഖേദമുണ്ടാവും, നമ്മുടെ പ്രേക്ഷകർക്കും ഖേദമുണ്ടാവും. അപ്പം ഇഷ്ടമുള്ള വളരെ പേഴ്സണലി ഞാനൊരു വേറെ തന്നെ ഒരു റാപ്പിഡ് ഫയർ ഇങ്ങനെ രഞ്ജിന് വേണ്ടിയിട്ട് ഒരു ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ രഞ്ജിന് തോന്നുന്ന പാട്ടുകൾ പാടുന്നു ചോദിക്കാൻ ഞാൻ വിചാരിച്ചു. പിന്നെ വേണ്ട, വെറുതെ നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പാട്ടാക്കി നമുക്ക് ചുരുക്കാം. അതും രഞ്ജിന് വളരെ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു പാട്ട്. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി, രഞ്ജിൻ രാജ് പാട്ടും പാടും. രഞ്ജനാണ്, രഞ്ജൻ്റെ മ്യൂസിക്സിൻ്റെ പൈലറ്റ്സ് എല്ലാം രഞ്ജൻ തന്നെയാണ് പാടി അയക്കാറ്. എനിക്കൊരു പുതിയ, ഇപ്പോൾ ഹരിചരൺ ഇവരെല്ലാവരും വരുമ്പോഴും എനിക്ക് ആദ്യം അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് കേൾക്കുമ്പോൾ ഒരു രഞ്ജൻ മെലോഡൈൻ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് കൊള്ളാം എന്ന് ഞാൻ പറയണേ. പക്ഷെ എന്നാൽ പോലും എനിക്ക് എപ്പോഴും രഞ്ജൻ്റെ പാട്ട് രഞ്ജൻ പാടുന്നതാണ് കൂടുതലും ഇഷ്ടം. നങ്ങേലി പൂവേ എന്നുള്ളൊരു പാട്ട് നമ്മൾ മാളികപ്പുറത്തിൽ പല സോങ്സും ഓരോ ഇപ്പോൾ വിനീതേട്ടനും അവരൊക്കെ മനോഹരമായിട്ട് പാടി. പക്ഷേ എനിക്ക് നങ്ങേലിപ്പൂ ആരെ കൊണ്ട് പാടിപ്പിക്കാമെന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും അച്ഛൻ മോൾ ഇമോഷൻ അത് മനോഹരമായിട്ട് എനിക്ക് രഞ്ജൻ കണക്ട് ചെയ്തു. ഇനി ചിലപ്പോൾ എനിക്ക് വേറെ ആൾ കൊണ്ട് ചെയ്യിച്ചത് എനിക്ക് ചിലപ്പോൾ പറ്റില്ല, അതുകൊണ്ട് രഞ്ജൻ തന്നെ മതി എന്ന് കൺവിൻസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും പാട്. അതായത് വിഷ്ണു കുറേ തവണ കേൾക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഡെഫിനറ്റ്ലി എനിക്ക് അറിയാം, അതായത് ഞാൻ നന്നായിട്ട് പാടിയില്ലെങ്കിലും കമ്പോസർ പാടുമ്പോൾ ആ സോള് 100% ഉണ്ടാവും അതിൽ. അപ്പോൾ അത് വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ലൂസ് ആവുന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പോൾ ഇമോഷൻ വൈസ് പക്ഷെ എൻ്റെ ശബ്ദം അത്ര ഓക്കെ ആണ്, പക്ഷെ അതിലും നല്ല ശബ്ദമാണ്, അല്ലെങ്കിൽ ആ പാട്ടിനെ കമ്പോസ് ചെയ്തത് വേറൊരു ശബ്ദം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ശബ്ദത്തിലേക്കാണ് ഞാൻ ട്രാവൽ ചെയ്യുക. അതൊരു കമ്പോസർ പെർസ്പെക്റ്റീവ് അല്ലേ? ആണ്. ആ ഒരു ഡിസൈനിങ് ആളുടെ മൈൻഡിലുണ്ട്. പക്ഷേ ആൾ അതിന് എനിക്ക് തരുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് വളരെ ആഴത്തിൽ കയറി കിടക്കും. അതുകൊണ്ടാണ് ഞാൻ നങ്ങേലിപ്പൂല് ഭയങ്കര, ഞാൻ മാത്രമല്ല ഈ പടത്തിലെ പാട്ടുകൾ ആൻഡോ ജോസഫ്, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും അഭിലാഷ് ഏട്ടനും എല്ലാവരും നമ്മൾ മൂന്നുപേരും നമുക്ക് തോന്നി വേണ്ട ആ പാട്ട് കച്ചവടം നോക്കണ്ട, കാരണം ആ ഇമോഷന് ഇവൻ്റെ വോയിസ്. ആൻഡോ ചേട്ടൻ ആദ്യം വിളിക്കുന്നത്, നീ കൺവിൻസ് ചെയ്താ വിളിക്കുന്നത്. നമ്മൾ മൂന്നുപേരും ഇരിക്കുമ്പോഴാണ് ആൻഡോ ചേട്ടൻ പറയാം രഞ്ജ അപ്പൊ നമുക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് നമുക്കും തോന്നുന്നു. എന്നാ ശരി, നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മല്ല. ഇപ്പൊ നമുക്ക് ഞാൻ കമ്പോസ് ചെയ്യുന്ന ഏത് പാട്ട് വേണമെങ്കിലും എനിക്ക് പാടാമല്ലോ. പക്ഷെ ഞാനത് ചിന്തിക്കാത്തതിന്റെ കാരണം അത് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ തലയിലുള്ള ശബ്ദം വേറെയാണ്, എൻ്റെ തലയിൽ വേറൊരു ശബ്ദം കിടക്കുന്നത്. പിന്നെ ആ ശബ്ദത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ച സോളിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക, അത്രയും അവരെ കൊണ്ട് പണിയെടുപ്പിച്ച്
ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ്ലി പാടിക്കൊണ്ടിരിക്കേണ്ടി വരും ഈ വരുന്ന സിംഗർ. ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാനൊരു സിംഗർ ആയതുകൊണ്ട് ഞാൻ പാടി വെക്കുന്ന പോലെ പാടിപ്പിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ അവർ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും പാടുന്ന ആൾക്കാർ. അതാണ് അതിൻ്റെ പ്രശ്നം. വേറെ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ തന്നെ എല്ലാ പാട്ട് പാടണം എന്നിവരെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ നങ്ങേലി പോയി എനിക്ക് ചേരുന്ന പാട്ടായിരുന്നു. ആ കുഞ്ഞാണ് ആ വിഷ്വലിൽ വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു ടൊവിയാണ് വരുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ശബ്ദം ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ ആ ശബ്ദം ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ്, അതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, അവർ കേൾക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് അവരുടെ ഉള്ളിലേക്ക് കണക്ട് ആവുന്ന സോള് തന്നെയാണ്, അതിൻ്റെ ആത്മാവ് തന്നെയാണ്. അത് താഴോട്ട് പോകാനായിട്ട് ക്രിയേറ്റേഴ്സ് സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതെനിക്ക് ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഈ രഞ്ജിൻ്റെ കഴിവുകളുടെ ഒരു നോക്കുമ്പോൾ ഒരു അളവില്ലാണ്ടാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പം ഒരു കമ്പോസ് ചെയ്യുന്നതിലാണെങ്കിലും ശരി, അറേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും ശരി, പാടുന്ന എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കാൻ ഇതുണ്ട്. ഞാൻ ചിലപ്പോൾ അറിയാം പാലക്കാടുകാരുടെ വല്ല കാറ്റിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഹരിചരൺ സാറിനെ നോക്കുകയാണെങ്കിലും അതെ, ഇനി MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വിശ്വനാഥൻ സാറിൻ്റെ ആണെങ്കിലും ശരി, ഇങ്ങനെ കുറേ ലെജൻഡറി ആൾക്കാരാണ് ഈ പാലക്കാട് നിന്നുള്ളത്. അപ്പോൾ ശരിക്കും കുറേയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ രഞ്ജിനെ അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ സംഭവം. ഞാനിപ്പോൾ പാരലലി എൻ്റെ ഒരു 4 പ്രൊജക്ട്സോടെ നടക്കുന്നുണ്ട്. പക്ഷെ സുമതിയാണ് നമുക്ക് May 8 റിലീസ്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷെ അപ്പോഴും എൻ്റെ തലയിൽ 3 എന്തായാലും ഓടും. മൂന്നിലും വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എൻ്റെ കൺട്രോൾ ഇല്ലാതെയോ എൻ്റെ നോട്ടം ഇല്ലാതെയോ ഒന്നും ഒരു പോയിന്റും പുറത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് അതിനു വേണ്ടി ഞാൻ എഫേർട്ട് ഇടാനും തയ്യാറാണ്. 24 hours ഉറങ്ങാതിരിക്കാനും ഞാൻ തയ്യാറാണ്. അത് ഞാൻ ഈ സിനിമയിലേക്ക് വരുമ്പോഴെന്നല്ല, ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ +2 പഠിക്കുമ്പോഴും ഞാൻ 8th സ്റ്റാൻഡേർഡിൽ മാത്സിൽ 17.5 വാങ്ങിച്ചിട്ട് ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ 9th പാസ്സായത്. ഞാൻ +2 94% വാങ്ങിച്ച് എനിക്കൊന്ന് പാലക്കാട്ടിലെ ഏറ്റവും ബോയ്സിൽ നമ്പർ 2 പൊസിഷനിലേക്ക് കൊമേഴ്സിൽ ഞാൻ വന്നു. അത് എനിക്ക് വാശിയായിരുന്നു, അങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ളൊരു വാശി. അപ്പോൾ ആ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതറ്റം വരും ഞാൻ 2 മണിക്ക് കഴിഞ്ഞ് വെച്ചിരുന്ന് പഠിക്കും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചീത്ത പറയും, നീ എന്താണ് ഒരുമാതിരി പെൺപിള്ളേരെ പോലെ ഒക്കെ പറയും. അങ്ങനെ പറഞ്ഞത് ഈ പെൺകുട്ടികൾ അങ്ങനെ പഠിക്കുന്നത് അമ്മയ്ക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ. പക്ഷെ ആൺപിള്ളേർ കുറച്ച് കറങ്ങി നടക്കുന്ന ആൾക്കാർ അമ്മ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു എങ്ങനെയും അത് അച്ചീവ് ചെയ്തേ പറ്റൂ, എന്തുകൊണ്ട് എനിക്ക് എത്രയും കുറഞ്ഞു, ഇനി അത് തിരിച്ച് പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൂ മച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സ്വഭാവം എനിക്ക് എന്തായാലും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ ഫീഡ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് സിനിമയിൽ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ്. അവൻ്റെ അമ്മ വിളിച്ച് സങ്കടം പറഞ്ഞത് എന്നോടാ, ഇതിനെ കുറിച്ച് ഫുൾ കുറ്റമാണ് അമ്മയ്ക്ക് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് നമുക്ക് പൂമുത്തോളിലെ പാട്ടോ അതേതേലും പൂമുത്തോളിയോ അല്ലെങ്കിൽ ഒന്നാം പടി മേലെ പാട്. അല്ല അറിയാമോ ഞാൻ അങ്ങനെ അധികം നങ്ങേലി പോയ ഫിക്സ് അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ പാട്ടല്ലാത്തൊരു പാട്ട് പാടാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. ഏത് പാട്ട് വേണം പറയും? പഠിക്കോ? അല്ല പാട്ട് വേണ്ട, വേറെ നമ്മുടെ വേണ്ടെന്ന് വെച്ചിട്ട്. അത് വേണ്ട നിങ്ങൾ വെച്ചോ. അയ്യോ വേണ്ടല്ല, അങ്ങനെ വേണ്ട, എപ്പോഴും പാടുന്നതല്ലേ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ്ടേ. എല്ലാ ഒരു പഴയ പാട്ട് പാടി, ഏതിലും എനിക്കിഷ്ടമുള്ള പാട്ട് പാടാം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേ കാനായി വീണ്ടും എന്നിൽ ഏതോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. അടിപൊളി. അപ്പോൾ അങ്ങനെ സുമതിയോളവിൻ്റെ വിശേഷങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു വലിയ നമ്മൾ സ്പോയിലേഴ്സൊക്കെ കൊടുക്കാതെ നമ്മൾ പറഞ്ഞോന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല സിനിമയെ കുറിച്ച് നമ്മൾ അധികം നമ്മൾ സുമതിയെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. സുമതി ഞാൻ അതുകൊണ്ടാണ് വളരെ ഞാൻ പ്രിസൈസ്ലി മാത്രം നമ്മൾ അതിനെ ഹവർ ചെയ്ത് പോയിട്ടുള്ളൂ.
അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇറ്റ്സ് ആൻ എന്റർടൈനർ. ഇറ്റ്സ് ആൻ എന്റർടൈനർ എന്നുള്ള അത്ര ആ ഒരു വേർഡിൽ ഒതുക്കാവുന്നതാണ്. പിന്നെ ഇത് ആർക്കും കാണാൻ പറ്റും എന്നുള്ളതും പറഞ്ഞു. ഇന്റർവ്യൂ എഡിറ്റ് ചെയ്യോ? ഓഫ് കോഴ്സ് നമ്മുടെ എഡിറ്റർ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെ ഒന്നും പുറത്ത് പോയല്ലേ എന്നൊക്കെ. നമ്പർ ആഡ് ചെയ്യാൻ മറക്കണ്ട. അതാണ് മെയിൻ ഫോക്കസ്. പക്ഷേ ബട്ട് ഐ ഹോപ്പ് ഒരു ഡയറക്ടർ നമ്മളെപ്പോഴും ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ ആകുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ ഒന്നും അധികം ഇത് പോരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ വേറൊരു ഫാക്ട് ഉണ്ട്, ഞാൻ മാളിപ്പുറത്തിന് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടില്ല, സുമതിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻ്റർവ്യൂ മീര. വാവ്. നമ്മള് ദൈവമേ ഓക്കെ, ഇതോടുകൂടി വെച്ചേക്കണേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ നിർത്തിയിട്ടോ, ഇത് ലാസ്റ്റ് ഇൻ്റർവ്യൂ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ തുടങ്ങി. എല്ലാം നന്നായിട്ട് പോട്ടെ. പക്ഷെ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് പ്രേക്ഷകരോട് സുമതി വളവിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് വൺ നോട്ട്. ആദ്യ സിനിമ പോലെ തന്നെ ഇതും ഒരു വലിയ പരീക്ഷണം ഉണ്ട്. പക്ഷെ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തരുത്, നിങ്ങളാരെയും നിരാശപ്പെടുത്തില്ല. ഫാമിലി ആയിട്ട് തന്നെ വന്ന് ഫിലിം കാണണം. കാരണം ഒരു ഫാമിലി മൊമെൻ്റ് തന്നെയാണ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പായും കിട്ടുകയും ചെയ്യും. സോ ഡു കം വാച്ച് ദ ഫിലിംസ് ഇൻ തിയേറ്റേഴ്സ്. യാ, അതന്നെയായിരിക്കും. യെസ്, അതങ്ങനെ തന്നെ ആവട്ടെ. എനിക്കൊന്നു സുമതി വളവ് നല്ലൊരു ഹിറ്റായി തന്നെ മാറട്ടെ. കാരണം മാളികപ്പുറം ഇറങ്ങി അത്രയും പ്രതീക്ഷയുണ്ട്, പക്ഷെ നമ്മളൊരു ടെൻഷനായിട്ടല്ല തരുന്നത്. പക്ഷേ ലൈക്ക് ഇന്ന് വിഷ്ണു ശശി ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു വിശ്വാസവും ഇഷ്ടവും വെച്ചിട്ട് തന്നെ ആയിരിക്കും അവരും തിയേറ്ററിലോട്ട് എത്തുന്നത്. അവരെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നിരാശപ്പെടുത്താതിരിക്കട്ടെ, നന്നായിട്ട് തന്നെ പോട്ടെ, എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ അതിലെ ഹൈറ്റിലെത്തട്ടെ എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച് രഞ്ജൻ ആൻഡ് വിഷ്ണു. താങ്ക് യു. താങ്ക് യു.